ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേ മുരളി ശ്രീധര രാധേ കൃഷ്ണ രാധേ ശ്യാം കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേ ശ്യാം നന്ദനന്ദന രാധേ ശ്യാം നവനീത ചോര രാധേ ശ്യാം കേശവ മാധവ യാദവ നന്ദന രാധേ കൃഷ്ണ രാധേ ശ്യാം. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 15 കപിലോപദേശം ശ്ലോകം 5. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈർ മയി സുരസരിദോഃഖപ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യകാദീ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. മമ ഗുണഗണലീലാകർണനൈ, അവിടെ വിസർഗം, അപ്പം അങ്ങനെ നിർത്തണം. അവിടെ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈ, കീർത്ത ർത്ത എന്നുള്ളത് മെല്ലെ നൂന്നി പറയണം, 2 താന്നുണ്ട്. കീർത്തനാദ്യൈർ, ദ്യൈർ എന്നുള്ളതിൻ്റെ ദ്യാന്ന് ദയയുടെ ദ്യാന്നാണ്. അവിടെ നിർത്തിയിട്ട് ചൊല്ലുമ്പോൾ പിന്നെ മയി എന്നുള്ളതിന് 1 മാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ മാന്ന് ഡബിളായിട്ട് ചൊല്ലണം. മയി സുരസരിദോഃഖപ്രഖ്യ ചിത്താനുവൃത്തി, അതൊന്നിച്ച് ചൊല്ലാനുള്ളതാണ്. സുരസരിദോഃഖ, ദ എന്നുള്ളത് ദയയുടെ ദ എന്നാണ്. ഖ എന്നുള്ളത് മേഘത്തിൻ്റെ ഖ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. പ്രഖ്യ എന്നുള്ളതിൻ്റെ ഖ്യ എന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ചിത്താനുവൃത്തി, താന്ന് ഡബിളായിട്ട് എഴുതിയിട്ടുണ്ട്, അപ്പോൾ മെല്ലെ നൂന്നണം. വൃത്തി എന്നുള്ളതിൻ്റെ താന്നും അതേപോലെ തന്നെ വൃത്തി, അവിടെ വിസർഗമുണ്ട്, വൃത്തി അങ്ങനെ നിർത്തണം. അപ്പോൾ മയി സുരസരിദോഃഖപ്രഖ്യ ചിത്താനുവൃത്തി. അടുത്തത് ഭവതി, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പരമഭക്തി, പരമ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തി എന്നുള്ളതിൻ്റെ കാ താ എന്നാണ്, ഒട്ടും ഊന്നണ്ട. അവിടെ വിസർഗം പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ പിന്നെ 1 സാന്ന് മതി. സാഹി മൃത്യോർ വിജേത്രീ, അങ്ങനെ പരമഭക്തി, അവിടെ വിസർഗമില്ല. ഇട്ട് ചൊല്ലുമ്പോൾ 1 സാന്ന്, ചേർത്ത് ചൊല്ലുമ്പോൾ ഈ സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. പരമഭക്തി സാഹി മൃത്യോർ വിജേത്രീ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യകാദീ. കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യകാദീ. നമ്മൾ 4 ശ്ലോകങ്ങളിൽ പഠിച്ചു. അതേപോലെ തന്നെ ഇതും 5ാമത്തെ ശ്ലോകത്തിൻ്റെ ലാസ്റ്റും അങ്ങനെയാണ്. കപിലോപദേശമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കപില ഭഗവാൻ അമ്മയായിട്ടുള്ള ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുത്തു എന്നർത്ഥം വരുന്ന ലാസ്റ്റ് ലൈന്. അതേപോലെ തന്നെ ന്യകാദീ എന്ന് പറഞ്ഞിട്ട് നിർത്തണം. മമ ഗുണഗണലീലാകർണനൈ കീർത്തനാദ്യൈർ മയി സുരസരിദോഃഖപ്രഖ്യ ചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രീ കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യകാദീ. അടുത്തത് 6ാമത്തെ ശ്ലോകം. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ വിശദിഹി ഗൃഹസക്തോ യാതനാം മയ്യഭക്ത കപിലതനുരിതി ത്വം ദേവഹൂത്യൈന്യകാദീ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്ന് നോക്കാം. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ, അവിടെ വിസർഗം, അപ്പം അങ്ങനെ നിർത്തണം. ബഹുലഹിംസ സഞ്ചിതാർത്ഥൈ, ജി എന്നുള്ളത് ഞാ ച എന്നാണ്. സഞ്ചിതാർത്ഥൈ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കുടുംബം, കുടുംബം ഫസ്റ്റിലത്തെ ട എന്നാണ്. കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ, ചേർത്തെഴുതുമ്പോൾ പ്രതിദിനം അനുപുഷ്ണൻ, പ്രതിദിന, ദിനം എന്നുള്ളതിൻ്റെ ദാന്ന് ദയയുടെ ദാന്നാണ്. പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ നീട്ടിയിട്ട് ബാലലാളി വള്ളി നീട്ടിയിട്ട്
വിശതി ഹി ഗൃഹസക്തോ ഗൃഹസക്തോ അവിടെയും നീട്ടിയിട്ടാണ് കാത്താന്നാണ്, ഒട്ടും ഊന്നണ്ട. ഗൃഹസക്തോ യാതനാം നീട്ടിയിട്ട് മുർക്കമുണ്ട്. യാതനാം മയി അഭക്ത മയ്യഭക്ത. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ത എന്നുള്ളത് കാത്താന്നാണ്, വിസർഗമുണ്ട്. മയ്യഭക്ത. അപ്പം അങ്ങനെ നിർത്തണം. കപില തനുരിതിത്വം ദേവഹൂത്യൈന്യകാദീ. കപില തനുരിതിത്വം ദേവഹൂത്യൈ ന്യകാദീ. അങ്ങനെ വിസർഗത്തോടു കൂടെ നീട്ടിയിട്ട് വിസർഗം പറഞ്ഞിട്ട് നിർത്താം. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ. വിശതി ഹി ഗൃഹസക്തോ യാതനാം മയ്യഭക്ത. കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യകാദീ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.